എടോ, I want to say that. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയോ. ആദിത്യ എസ് നായർ സോഷ്യൽ മീഡിയ അടക്കിവാണിരുന്ന ഒരു സൈബർ റാണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, കണ്ടന്റ് ക്രിയേറ്റർ. കഴിഞ്ഞ തിങ്കളാഴ്ച ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2 ദിവസങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞു. ഇതിൻ്റെ ഈ മരണത്തെ സംബന്ധിച്ച് കുറേയധികം വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെയും പൊതുജനങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുകൾ പറയുന്നു അതിൻ്റെ റിലേഷൻഷിപ്പിൽ വന്ന ബ്രേക്കപ്പാണ് എന്ന്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ ഈ ബ്രേക്കപ്പിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ റീലുകളിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന ചില സൈബർ ബുള്ളി, ചില പ്രത്യേക തരത്തിലുള്ള കമൻസുകൾ, അതും ആ പെൺകുട്ടിയെ ബാധിച്ചു എന്ന രീതിയിൽ പൊതുജനങ്ങൾ വാഴ്ത്തിപ്പാടും. സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അത് ആ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കുറേയധികം വിഷയങ്ങളായിരുന്നു. ബിനോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകളിൽ ബിനോയിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിനോയ് അപ്രത്യക്ഷനായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് അദ്ദേഹമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം വന്ന ആ ഒരു ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ റീലുകളിൽ ജനങ്ങളുടേതായിട്ടുള്ള ചില കമൻസുകൾ, അതായത് നിന്നെ അവൻ തേച്ചിട്ട് പോയോ, അവൻ എവിടെ, അവനിപ്പോൾ എവിടെയാണ്, ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ പെൺകുട്ടി പതറുകയും അതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും മറ്റു ചിലർ പറയുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്നത്തെ IT ആക്ടിലും IPCയിലും ഇതിനെതിരെ ഒരു നിയമം ഇല്ല എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ള ഒന്നാണ് ചില അമെൻമെൻറ്റുകളിലൂടെ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിനെതിരെയുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്നിരുന്നാൽ പോലും യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായത് ഇത് തന്നെ ആയിരുന്നോ എന്നും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആ ബ്രേക്കപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ റീലുകളുടെ താഴെ വന്ന കമൻസുകളിൽ ബഹുഭൂരിപക്ഷം അതിനെ തുടർന്നുണ്ടായതായിരുന്നില്ല. അതിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നതായിട്ടുള്ള ചില വിഷയങ്ങൾ അത്തരത്തിലുള്ള മറ്റു ചില കാരണങ്ങളാണ്. അതായത് അതിൻ്റെ കുടുംബ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ വന്ന ഈ ആൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്ന ചില വിഷയങ്ങളായിരുന്നു ആ മരണത്തിലേക്ക് കൊണ്ടുവന്ന് നയിച്ചത് എന്നും FIR റിപ്പോർട്ടിൽ പറയുന്നു. FIR റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോലീസ് സ്വമേധയാ എടുക്കുന്ന ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മാത്രമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പിന്നീടേ നമുക്ക് അറിയുവാൻ കഴിയുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ ശ്രോതാക്കളാണ്, അല്ലെങ്കിൽ അതിന്മേൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവരാണ്. സൈബർ ബുള്ളിയിങ് പോലെയുള്ള ഇത്തരം ആക്രമണങ്ങൾ നമ്മൾ ഒരു പരിധിവരെ ചെറുക്കുക തന്നെ വേണം. അതിന് നമ്മൾ ഓരോരുത്തരും സ്വയമേ പാകപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്.